ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണിത്. ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് കാറ്റഗറി നമ്പർ 548/2019 അതിന്റെ ലേറ്റസ്റ്റ് അഡ്വൈസിനെ കുറിച്ചിട്ട് വീഡിയോ ആണ് ചെയ്തത്. അപ്പം അതിന്റെ കൂടെ പറയണം എന്ന് വിചാരിച്ചാണ്. പിന്നെ വിചാരിച്ചു അത് അങ്ങനെ അങ്ങ് പോട്ടെ, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. എന്താണെന്ന് ചോദിച്ചാൽ, പല ഉദ്യോഗാർത്ഥികളും പുതിയ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട പല ഉദ്യോഗാർത്ഥികളും ഒരു റാങ്ക് പറഞ്ഞിട്ട് ഇതിനകത്ത് കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നു, ഈ റാങ്ക് ലിസ്റ്റിൽ അവസാനം കിടക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വരെ കിട്ടാനുള്ള, അതായത് അഡ്വൈസ് വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം പലരും ഇതിനകത്ത് വീഡിയോയിൽ തന്നെ കമന്റ് ചെയ്യും, നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരും. അതൊക്കെ ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് പറയുകയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അനുസരിച്ച്. കാരണം നല്ല വേക്കൻസി വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇപ്പം നമ്മുടെ പഴയ ഓർഡറൊക്കെ പിടിച്ചുകൊണ്ട് ഓരോ ആൾക്കാരും വരും. അതുകൊണ്ട് വേക്കൻസി കുറവാണ്, വേക്കൻസി റിപ്പോർട്ട് ചെയ്യിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അങ്ങനല്ല, വേക്കൻസിയൊക്കെ റിപ്പോർട്ട് ചെയ്യും. ആരും ടെൻഷൻ അടിക്കണ്ട എന്ന് പറയുന്നതിന്റെ കൂടെ ഒരു വാക്യം കൂടെ ഞാൻ പറയുന്നു, മാക്സിമം നിങ്ങൾ വർക്ക് ചെയ്യുക. അതായത് ലാസ്റ്റിൽ കിടക്കുകയാണ്. ഇപ്പം ഒരു റാങ്ക് ലിസ്റ്റിൽ 620 പേരുണ്ട്, ഒരാൾ 620ാമത് കിടക്കുകയാണ്, അത് OC ആണ് എങ്കിൽ തന്നെ ആ ഉദ്യോഗാർത്ഥിയും റാങ്ക് ഹോൾഡേഴ്സിന്റെ കൂടെ പോയി വർക്ക് ചെയ്യണം. അത് അങ്ങനെ ചെയ്തത് കൊണ്ടാണ് കഴിഞ്ഞ 548/2019 എന്ന് പറയുന്ന ആ റാങ്ക് ലിസ്റ്റിൽ ഇത്രയും അധികം അഡ്വൈസ് പോകാനുള്ള സാഹചര്യം. നല്ലതുപോലെ പല ജില്ലയിലും, മിക്കവാറും ജില്ലകളെല്ലാം തന്നെ റാങ്ക് ഹോൾഡേഴ്സ് നല്ലതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് കറക്റ്റായിട്ട് അറിയാം. നല്ലതുപോലെ വർക്ക് ചെയ്തിട്ടാണ് ഇത്രയും വേക്കൻസി അവർ റിപ്പോർട്ട് ചെയ്യിപ്പിച്ചത്. അപ്പം നിങ്ങളുടെ മുമ്പിൽ പുതിയ റാങ്ക് ലിസ്റ്റ് കയ്യിലുണ്ട്. ആ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ കൂടെ പോയി വർക്ക് ചെയ്തിട്ട് മാക്സിമം നിങ്ങൾക്ക് പറ്റില്ല, പുറമോട്ട് മാറി നിൽക്കാതെ എനിക്കും കൂടി വേണ്ടയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ആലോചിച്ച് നിങ്ങൾ മാക്സിമം വർക്ക് ചെയ്യുക. മാക്സിമം ഡിലീഷൻ മേടിക്കുക. മാക്സിമം NJD ഉണ്ടെങ്കിൽ സ്പോട്ട് NJD എടുക്കുക. അങ്ങനെ ഈ ലിസ്റ്റിലുള്ള പല ആൾക്കാരും LDC വരാൻ പോവുകയാണ്. രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും LDCയുടെ റാങ്ക് ലിസ്റ്റ് വരും. അതിനകത്ത് ഉള്ള ഉദ്യോഗാർത്ഥികളും ഈ റാങ്ക് ലിസ്റ്റിലുണ്ട്. അപ്പം അങ്ങോട്ട് പോകുന്ന ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ, ആദ്യമൊക്കെ റാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് സ്പോട്ട് ചെയ്ത് വെക്കുക. കാരണം പേരൊക്കെ എഴുതി നിങ്ങളൊന്ന് തയ്യാറെടുപ്പ് ചെയ്യുക. അതായത് നമുക്കും കൂടെ വേണ്ടിയാണ്, നേരത്തെ പറഞ്ഞ പോലെ നമുക്കും കൂടെ വേണ്ടിയാണ് എന്ന് ഉദ്ദേശിച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങൾ LDCയിലുള്ള ആൾക്കാരുടെ ഏതൊക്കെയാണെന്നുള്ള പേരും റാങ്കും ഒക്കെ കുറിച്ച് വെച്ചിട്ട് അവരെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കാരണം LDCയുടെ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം അവരെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അവർ കോൺടാക്ട് ചെയ്ത് എന്തായാലും LD കിട്ടിക്കഴിഞ്ഞാൽ LGC വരത്തില്ലല്ലോ. അപ്പോൾ അവരെയൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിലീഷൻ മേടിക്കാം. അതുപോലെ തന്നെ കമ്പനി കൂടെ LGSയിൽ കിട്ടിയ ആൾക്കാരൊക്കെ കാണും ഈ LGSയിൽ. അവരെയൊക്കെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് LGS വേരിയസിലോട്ട് വരാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഡിലീഷൻ മേടിക്കണം. അങ്ങനെ വർക്ക് ചെയ്താൽ എല്ലാ ജില്ലയിലും റാങ്കുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വരെ ജോലി കിട്ടാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഓക്കെ, അപ്പം ഇപ്പം നിങ്ങൾക്ക് പലരും ചോദിക്കുന്ന റൊട്ടേഷൻ ചാർട്ടർ, എമൗണ്ട് റൊട്ടേഷൻ ചാർട്ടിന്റെ കാര്യം. ഇപ്പം എമൗണ്ട് റൊട്ടേഷൻ ചാർട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളുടെ കയ്യിലും നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. നിങ്ങളുടെ റാങ്ക് ഹോൾഡേഴ്സ് കറക്റ്റായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ അങ്ങനെ ഡെമോ റൊട്ടേഷൻ ചാർട്ട് ചെയ്യാറില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ചെയ്യുന്ന ഡെമോ റൊട്ടേഷൻ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു വേക്കൻസി, ഇപ്പോൾ ഒരു 10 വേക്കൻസി ഉണ്ടെങ്കിൽ ആ 10 വേക്കൻസിക്കാണ് ഞാൻ ഡെമോ റൊട്ടേഷൻ ചാർട്ട് ഇടുന്നത്. അല്ലാതെ വേക്കൻസി ഒന്നും ഇല്ലാതെ ഞാൻ ഡെമോ റൊട്ടേഷൻ ചാർട്ട് അങ്ങനെ ഇടാറില്ല. ഇപ്പം ഒരു 10-20 വേക്കൻസിക്ക് വേണ്ടിയിട്ട് ഡെമോ റൊട്ടേഷൻ ചാർട്ട് ഇടാൻ പറഞ്ഞാൽ ഞാൻ ഡെമോ റൊട്ടേഷൻ ചാർട്ട് ഇട്ട് തരും. അത് വേക്കൻസി ഇല്ലെങ്കിൽ തന്നെ ഞാൻ ഡെമോ റൊട്ടേഷൻ ചാർട്ട് ഇട്ട് തരും. കാരണം ഇപ്പോഴും നമുക്ക് ഈ ഒരു LGS വേരിയസിൽ അങ്ങനെ ഒന്നും ഇടാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ പഴയ റാങ്ക് ലിസ്റ്റ് അവസാനിച്ചിട്ടില്ല. തൊട്ട് മുമ്പുള്ള വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എല്ലാ ജില്ലയിലും ഇനി അഡ്വൈസ് അയക്കാനായിട്ടുണ്ട്. ആ അഡ്വൈസ്, അതിന്റെ പഴയ റാങ്ക് ലിസ്റ്റിലുള്ള ആ അഡ്വൈസ് എവിടെ സ്റ്റോപ്പ് ചെയ്യുന്നോ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് പുതിയ റാങ്ക് ലിസ്റ്റ്. ഇപ്പോൾ ഏത് MR നമ്പർ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് MR നമ്പർ 65 ആണ് അവസാനിക്കുന്നത് എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത റാങ്ക് ലിസ്റ്റ് തുടങ്ങുന്നത് MR നമ്പർ 66 എന്ന് പറയുന്നത് BC ആണ്. അതുകൊണ്ട് 67ലാണ് പുതിയ റാങ്ക് ലിസ്റ്റ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് പഴയ റാങ്ക് ലിസ്റ്റ് അവസാനിച്ച് അതിന്റെ എല്ലാം കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ ഡെമോ റൊട്ടേഷൻ ചാർട്ട് ഇടാൻ പറ്റത്തുള്ളൂ. ഞാൻ എല്ലാ ജില്ലയിലും ഞാൻ ഡെമോ റൊട്ടേഷൻ ചാർട്ട് നിങ്ങൾ ചോദിക്കുന്ന അനുസരിച്ച് ഞാൻ ഇട്ട് തരാം. അത് ഞാൻ 100% ഉറപ്പ് തരും. പക്ഷേ ആ റാങ്ക് ലിസ്റ്റ് ക്ലോസ് ചെയ്യണം. ആ റാങ്ക് ലിസ്റ്റ് തീർന്നെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ റാങ്ക് ലിസ്റ്റോട് പോകാൻ പറ്റൂ. നമ്മൾ ചുമ്മാ മെനക്കെടുന്നതിന് ഒരു ആക്യുറസി വേണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് ഏകദേശം ഒരു 60-70% ഞാൻ ഇടുന്ന റൊട്ടേഷൻ ചാർട്ട് സെയിം ആവാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ നമുക്ക് വേക്കൻസി അനുസരിച്ച് പഴയ റൊട്ടേഷൻ ചാർട്ടിന്റെ പഴയ അഡ്വൈസിന്റെ ലാസ്റ്റ് MR നമ്പർ വെച്ച് കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഏകദേശം 60-70% മിക്കവാറുള്ള ഡെമോ റൊട്ടേഷൻ ചാർട്ട് എല്ലാം ക്ലിയർ ആവുന്നത്. അതുകൊണ്ട് പഴയ റാങ്ക് ലിസ്റ്റ് തീരട്ടെ. എല്ലാവരും ചോദിക്കുന്ന എല്ലാവർക്കും ഞാൻ ഡെമോ റൊട്ടേഷൻ ചാർട്ട് തരാം. പിന്നെ നിങ്ങൾ ഡൗട്ട് ചോദിക്കുന്നുണ്ട്, ഇത്ര റാങ്കാണ് കിട്ടാൻ ചാൻസ് ഉണ്ടോ, ഈ BC ആണോ അല്ലെങ്കിൽ OC ആണോ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഇപ്പം റാങ്ക് ലിസ്റ്റ് തിരുവനന്തപുരത്തെ ഒരു റാങ്കിൽ 437ാമത്തെ ആളാണ്, ഞാൻ OBC ആണ് എന്ന് കരുതുക. അപ്പം നിങ്ങളൊന്ന് ചെയ്യേണ്ടത് ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. ഈ 437 മുമ്പത്തുള്ള എത്ര OBCക്കാരുണ്ട്, അതിൽ മെയിൽ എത്രയുണ്ട്, ഫീമെയിൽ എത്രയുണ്ട്, ടോട്ടൽ എത്രയുണ്ട്, ഇതെല്ലാം നിങ്ങൾ എഴുതി കറക്റ്റായിട്ട് റാങ്കും അവരുടെ റാങ്കും
മുമ്പുള്ള OBCയുടെ റാങ്ക് എല്ലാം എഴുതി, മെയിലാണോ ഫീമെയിലാണോ എല്ലാം എഴുതി ഒരു പേപ്പറിൽ എഴുതി എനിക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് വഴി എനിക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ ഏകദേശം പറഞ്ഞു തരാം. പക്ഷെ നമുക്ക് ഈ യൂട്യൂബിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കമൻസ് ഒരുപാട് വരുന്നതുകൊണ്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പം ചെക്ക് ചെയ്യാൻ പറ്റാത്തതിന് വേറെ കാരണം എന്ന് പറഞ്ഞാൽ യൂട്യൂബിലായാലും ടെലിഗ്രാമിലായാലും എല്ലാം കമൻസും റിപ്ലൈ എല്ലാം കൊടുക്കുന്നത് ഞാൻ തന്നെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഒരു ഫോൺ കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. ആ ഒരു ഫോൺ എൻ്റെ കയ്യിൽ മാത്രമാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ എന്തെങ്കിലും പുറത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത്യാവശ്യമോ ഡ്രൈവിങ്ങിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വരുന്ന ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പിലുള്ള OC ആണെങ്കിൽ പറയേണ്ട കാര്യമില്ല, BC ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ട് മുമ്പിൽ നിങ്ങളുടെ അതേ കാറ്റഗറിയിൽ വരുന്ന എത്ര ഉദ്യോഗാർത്ഥികളുണ്ട്, മെയിൽ എത്രയുണ്ട്, ഫീമെയിൽ എത്രയുണ്ട്, അതിൻ്റെ ഏകദേശം ഒരു കാര്യങ്ങൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത്രയും പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയാം. പിന്നെ BC ആണ് എന്ന് പറഞ്ഞ് എല്ലാം BCയിലായിരിക്കുമല്ലോ പോകുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ OBC ആണെന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും, അതായത് റാങ്ക് ലിസ്റ്റുള്ള എല്ലാ ആൾക്കാരും BCയിലായിരിക്കില്ല പോകുന്നത്. അവർ OCയിലും കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അത് നമുക്ക് ഡെമോ റൊട്ടേഷൻ ചാർട്ട് ഇട്ട് വരുന്നെങ്കിൽ മാത്രമേ നമുക്കത് OCയിലാണോ BCയിലാണോ എന്ന് പോകാനുള്ള നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഉദ്യോഗാർത്ഥികളും 14 ജില്ലയിലും ആര് ചോദിച്ചാലും ഞാൻ ഡെമോ റൊട്ടേഷൻ ചാർട്ട് തരാം. അത് വേക്കൻസി റിപ്പോർട്ട് ചെയ്യട്ടെ, എല്ലാം ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ പഴയ റാങ്ക് ലിസ്റ്റ് തീരട്ടെ. പഴയ റാങ്ക് ലിസ്റ്റ് തീരുന്നതിന് മുമ്പിട്ട് നമുക്ക് ഡെമോ റൊട്ടേഷൻ ചാർട്ട് നമുക്ക് ഇടാൻ പറ്റില്ല. നിങ്ങളുടെ കയ്യിൽ റാങ്ക് ഹോൾഡേഴ്സ് ഡെമോ റൊട്ടേഷൻ ചാർട്ട് എല്ലാ ജില്ലയിലും ഇട്ട് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ട് ഒന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഏകദേശം അതേപോലെ തന്നെയൊക്കെ ആയിരിക്കും വരാനുള്ള സാധ്യതയുള്ളത്. ഒരു റാങ്ക് ലിസ്റ്റ് ആക്റ്റീവ് ആവട്ടെ, നമുക്കതിന് ശേഷം നമുക്ക് ഡെമോ റൊട്ടേഷൻ ചാർട്ട് ചെയ്യാം. എല്ലാ ജില്ലയിലും ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. കറക്റ്റായിട്ട് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിലൂടെ കയറിയിട്ട് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിക്കാം. സമയം കിട്ടുന്നതനുസരിച്ച് റിപ്ലൈ തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം.